മെഡിക്കലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ജെഇഇ മെയിൻ 2023 ആദ്യ സെഷൻ പരീക്ഷകൾ ആരംഭിച്ചു. ഓൺലൈൻ എക്സാം ഫെബ്രുവരി 1 വരെ. രണ്ടാമത്തെ സെഷൻ അപേക്ഷ ഫെബ്രുവരി 7 മുതൽ. നീറ്റ് 2023 മെയ് 7 ഓൺലൈൻ അപേക്ഷ ഉടൻ ആരംഭിക്കും. കാറ്റഗറിയും നാഷണാലിറ്റിയും അപേക്ഷയോടൊപ്പം അറിയിക്കണം. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഈ വർഷം OMR രീതിയിൽ തന്നെ, അടുത്ത വർഷം മുതൽ ഓൺലൈൻ രീതിയിൽ. കുസാറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെ ഓൺലൈനായി നടക്കും. അപേക്ഷ ഫെബ്രുവരി 26 വരെ. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിച്ചു. നേവിയിൽ സൗജന്യ ബിടെക്കും ഓഫീസർ ജോലിയും +2 കഴിഞ്ഞവർക്ക് ജെഇഇ മെയിൻ റാങ്ക് അനുസരിച്ച്. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ മോപ്പപ്പ് അലോട്ട്മെന്റ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഫെബ്രുവരി 1 വരെ. BSc നഴ്സിംഗ് പ്രവേശനത്തിന് ഇനി മുതൽ പ്രവേശന പരീക്ഷ നിർബന്ധം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. കീം 2022 റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. ജനുവരി 27 വരെ അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. ജെഇഇ മെയിൻ 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം ആരംഭിച്ചു. ഫെബ്രുവരി 1 വരെ രാവിലെയും ഉച്ചകഴിഞ്ഞും വിവിധ ഓൺലൈൻ പരീക്ഷകൾ. ജനുവരി 28 ആർക്കിടെക്ചറിൻ്റെയും ബി പ്ലാനിങ്ങിൻ്റെയും എക്സാം. അഡ്മിറ്റ് കാർഡുകൾ ഓരോ ദിവസമായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു വരുന്നു. jeimain.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നാണ് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 1 ശേഷം ഓരോ കുട്ടികളും എഴുതിയ ചോദ്യപേപ്പറുകളും കുട്ടികളുടെ റെസ്പോൺസും രജിസ്റ്റർ ചെയ്ത ഇമെയിലിൽ NTA അയച്ചു തരും. അതിനുശേഷം NTAയുടെ ഒഫീഷ്യൽ ആൻസർ കീയും ഇമെയിലിൽ വരും. ഇതിനെല്ലാം നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കുവാൻ നിശ്ചിത സമയപരിധി അനുവദിക്കുകയും ചെയ്യും. അതിനുശേഷം ഫെബ്രുവരി 5 ജെഇഇ മെയിൻ 2023 ആദ്യ സെഷൻ പേഴ്സൻറ്റേജ് സ്കോർ കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രസിദ്ധപ്പെടുത്തും. ആ സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്കായി അപേക്ഷാ ഫീസ് അടച്ച് പരീക്ഷാ സെൻറ്റർ തിരഞ്ഞെടുക്കാം. ജെഇഇ മെയിൻ 2023 ആദ്യ സെഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്കായി ഓൺലൈൻ അപേക്ഷാ ഫീസ് അടച്ച് പരീക്ഷാ സെൻറ്റർ തിരഞ്ഞെടുക്കാം. നിർബന്ധമായും ആദ്യ സെഷനിൽ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കണം. പുതിയതായി വീണ്ടും രജിസ്റ്റർ ചെയ്താൽ അപേക്ഷ റദ്ദാക്കുകയും ചെയ്യും. ആദ്യ സെഷൻ അപേക്ഷിക്കാത്തവർക്ക് പുതിയതായി ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏപ്രിൽ 6 മുതൽ 12 വരെയാണ് രണ്ടാമത്തെ സെഷൻ. MBBS, BDS, BSc നഴ്സിംഗ് പ്രവേശനം ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള നീറ്റ് 2023 മെയ് 7 ആയിരിക്കും. ഓൺലൈൻ അപേക്ഷകൾ ഉടൻ NEET.NTA.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ഏകദേശം 1 മാസം ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ 530ഓളം ഓഫ്ലൈൻ സെൻറ്ററുകളും ഇന്ത്യക്ക് പുറത്ത് 25ഓളം സെൻറ്ററുകളുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങളായി NTA ഒരുക്കുന്നത്. അപേക്ഷിക്കുന്ന എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഫിംഗർ പ്രിൻറ്റുകൾ, അതുപോലെ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. നാഷണാലിറ്റി ഇന്ത്യൻ, NRI, OCI, ഫോറിൻ നാഷണൽ എന്നിവ സെലക്ട് ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 27% ഓൾ ഇന്ത്യ തലത്തിൽ OBC റിസർവേഷൻ ലഭിക്കുന്നതിനായി തഹസീൽദാരിൽ നിന്നും ലഭിക്കുന്ന സെൻട്രൽ പർപ്പസിനുള്ള OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ രീതിയിലോ നേരിട്ട് ചെന്ന് മേടിക്കുന്നതോ അപ്ലോഡ് ചെയ്യണം. ഓൾ ഇന്ത്യ തലത്തിൽ 10% EWS റിസർവേഷൻ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് തഹസീൽദാരിൽ നിന്ന് നിശ്ചിത ഫോർമാറ്റിൽ നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് EWS സർട്ടിഫിക്കറ്റിന് ഓൺലൈനായി അപ്ലോഡ് ചെയ്യാം. കോളേജുകളിൽ പ്രവേശനത്തിനായി ചെല്ലുമ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റുകളും 2023 ജനുവരി 1 ശേഷമുള്ളതായിരിക്കുകയും വേണം.
എന്നാൽ ഇപ്പോൾ കയ്യിലുള്ള പഴയ രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുകയും ഓൾ ഇന്ത്യ തലത്തിലുള്ള കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമ്പോൾ 2023 ജനുവരി 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാലും മതിയാകും. ഈ 2 സർട്ടിഫിക്കറ്റുകളും തഹസിൽദാരിൽ നിന്ന് ലഭിക്കും എന്നുറപ്പുള്ള കുട്ടികൾക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിശ്ചിത മാതൃകയിൽ ഉള്ള ഡിക്ലറേഷൻ ഫോം സമർപ്പിച്ചും അപേക്ഷ പൂർത്തിയാക്കാവുന്നതാണ്. SC, ST, PWD വിഭാഗങ്ങൾ ആ റിസർവേഷൻ ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്തു വേണം അപേക്ഷിക്കേണ്ടത്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിലും സിഗ്നേച്ചറിലും എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവ NTA അറിയിക്കുകയും പരിഹരിക്കുവാൻ സമയം അനുവദിക്കുകയും ചെയ്യും. ഓൺലൈൻ ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ മാറ്റുവാൻ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഒരാഴ്ച അതിനായി സമയം അനുവദിക്കുന്നതുമാണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഇത്തവണ ഓൺലൈൻ ആക്കുകയില്ല. നിലവിലുണ്ടായിരുന്ന OMR രീതിയിൽ തന്നെയായിരിക്കും 2023 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. എന്നാൽ 2024 പരീക്ഷ ഓൺലൈനാക്കുന്ന നടപടികൾ തുടരുകയും ചെയ്യും. കഴിഞ്ഞ വർഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം കേരള എൻട്രൻസ് കമ്മീഷണർ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കേരള എൻട്രൻസ് പരീക്ഷ ഈ വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ രീതിയിലാക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ വർഷം പഴയ രീതിയിലുള്ള പേപ്പർ പെൻ OMR പരീക്ഷ തുടരാനും ധാരണയായിരിക്കുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എൻട്രൻസ് എക്സാമിന് സാങ്കേതിക സഹായം ഒരുക്കേണ്ട ഏജൻസിയെ കണ്ടെത്തുവാനുള്ള നടപടികൾ വൈകിയതാണ് ഈ വർഷവും പഴയ രീതി തുടരേണ്ടിയിരിക്കുന്നത്. ഈ അനിശ്ചിതത്വം നിലനിന്നിരുന്നതിനാൽ കേരള എഞ്ചിനീയറിംഗ് തീയതി ഇതുവരെയും തീരുമാനമായിട്ടുമില്ല. ഇതുവരെയും വ്യക്തമായ യാതൊരു അറിയിപ്പുകളും കേരള എൻട്രൻസ് കമ്മീഷണർ അറിയിക്കാത്തത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇനി പഴയ രീതിയിലുള്ള പരീക്ഷയ്ക്കായി പ്രോസ്പെക്ടസ് അംഗീകരിക്കുകയും മെഡിക്കലും എഞ്ചിനീയറിംഗും ബിഫാമും ആർക്കിടെക്ചറിനുമായി ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുകയും വേണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ് 2023 എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും പല തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും കാണും. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായി ഈ വരുന്ന ജനുവരി 26 വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഞങ്ങളൊരു ലൈവ് സെഷൻ ഒരുക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഏറ്റവും നന്നായി ഒരുക്കി മെയ് 7 നീറ്റ് പരീക്ഷാ ഹാളിൽ എത്തിക്കാനാവശ്യമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ച ശിവകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. ഈ ലൈവ് സെഷനെ നയിക്കുന്നത് ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിച്ച് റിട്ടയർഡായ ഡോക്ടർ വെങ്കടേശ്വരൻ സാർ, ഒപ്പം എൻട്രൻസ് മേഖലയിലെ ആധികാരികമായ പല ഇൻഫോർമേഷൻസിലൂടെയും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഗൈഡൻസ് നൽകുന്ന ശിവൻ സാറും, ഒരു വിദ്യാർത്ഥിയുടെ ഉന്നമനത്തിനായി കരിയർ സംബന്ധമായ ഡീറ്റെയിൽസ് വളരെ ഒത്തൻറ്റിക്കായി നിങ്ങളുടെ മുന്നിലേക്ക് ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുന്ന ജോബി സെബാസ്റ്റ്യൻ സാറുമാണ്. ഈ സെഷൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ഉപയോഗപ്രദമായിരിക്കും എന്നത് ഉറപ്പാണ്. സോ ഓർക്കുക, ജനുവരി 26 വൈകുന്നേരം 7 മണിക്കാണ് ലൈവ്. സ്റ്റേ ട്യൂൺ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിൻ്റെ 2 ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും വെച്ച് നടത്തും. ഓൺലൈൻ ആപ്ലിക്കേഷൻ admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി ജനുവരി 27 മുതൽ ഫെബ്രുവരി 26 വരെ അപേക്ഷിക്കാം. മാർച്ച് 7 വരെയാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കുവാനുള്ള സമയം. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലോട്ടുള്ള സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ 11 കോഴ്സുകളിലാണ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റ ഷീറ്റ് എന്നിവ സഹിതം കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കണം. ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ ഒരു കോളേജിലും പ്രവേശനം നേടാത്തവരെ മാത്രമേ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ
മോപ്പപ്പ് റൗണ്ടിൽ കൊടുത്തിരുന്ന ഓപ്ഷനുകളാണ് ഇവിടെ പരിഗണിച്ചത്. ഇതോടുകൂടി കേരള എൻട്രൻസ് കമ്മീഷണർ കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് നേരിട്ട് നടത്തുന്ന എല്ലാ അലോട്ട്മെൻറ്റുകളും പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ മേഖലയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അത് നികത്തുകയും ചെയ്യും. കേരള ബി.ഫാം കോഴ്സിലോട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചു. 2022-23 അധ്യയന വർഷത്തെ ഫാർമസി ബി.ഫാം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടന്ന സെൻട്രലൈസ്ഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും ഗവൺമെൻറ് സ്വാശ്രയ ഫാർമസി കോളേജുകളിൽ സീറ്റുകൾ ഒഴിവുകളുണ്ട്. ഇതിൽ സർക്കാർ ഫാർമസി കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ മുഖേനയും സ്വാശ്രയ ഫാർമസി കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകൾ അതത് കോളേജുകൾ മുഖേനയും നികത്തുന്നതാണ്. ആയതിനാൽ കേരള ബി.ഫാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഗവൺമെൻറ് കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെയും സ്വാശ്രയ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതത് കോളേജുകളുമായും ബന്ധപ്പെടേണ്ടതാണ്. +2 പാസ്സായി ജെഇഇ മെയിൻ 2022 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് നേവിയിൽ സൗജന്യ ബിടെക്കും ഓഫീസർ ജോലിയും ലഭിക്കുന്നതിന് ഫെബ്രുവരി 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ത്യയുടെ നാവികസേനയുടെ ഭാഗമായി കണ്ണൂരിനടുത്ത് ഏഴിമലയിൽ പ്രവർത്തിക്കുന്ന നാവിക അക്കാദമിയിൽ പഠിച്ച് ബിടെക് ബിരുദം സൗജന്യമായി നേടുകയും ചെയ്യാം. തുടർന്ന് നേവൽ ഓഫീസറായി സ്ഥിരം കമ്മീഷനും ലഭിക്കുന്ന കേഡറ്റ് എൻട്രി സ്കീമാണ് ഇത്. ഓൺലൈൻ അപേക്ഷ 28 മുതൽ ഫെബ്രുവരി 12 വരെ സമർപ്പിക്കാം. ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്തുന്നതിനും സയൻസ് വിഷയങ്ങളിലെ അഭിരുചി കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ആരംഭിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് 2023. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് 16 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് ലഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന BSOയുടെ ആദ്യഘട്ടം ഓൺലൈനായി 2023 ഫെബ്രുവരി 12-നും 2ാം ഘട്ടം 2023 ഏപ്രിൽ 2-ന് ഓഫ്ലൈനായി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചും നടത്തും. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്കുകൾ നിർണ്ണയിക്കുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാമുകൾ നടക്കുക. സ്റ്റേജ് 1-ൽ ഓൺലൈൻ മോഡും സ്റ്റേജ് 2-ൽ ഓഫ്ലൈൻ മോഡ് എക്സാമും ആയിരിക്കും. ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഫെബ്രുവരി 1 വരെ. ICARexam.net എന്ന വെബ്സൈറ്റിൽ ഒഴിവുള്ള സീറ്റുകൾ ഫെബ്രുവരി 28-ന് പ്രസിദ്ധീകരിക്കും. അതിന് ഓപ്ഷനുകൾ സമർപ്പിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായി 10,000 രൂപ അടയ്ക്കേണ്ടതാണ്. ഫെബ്രുവരി 3-ന് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കും. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഫെബ്രുവരി 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പ്രവേശനം ഉറപ്പാക്കുകയും വേണം. 2023-24 അധ്യയന വർഷം മുതൽ ഒരു പ്രവേശന പരീക്ഷയിലൂടെയാണ് BSc നഴ്സിംഗ് പ്രവേശനം എന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതനുസരിച്ച് കേരളത്തിലും +2 മാർക്കിനു പകരം കേരളത്തിനു മാത്രമായി ഒരു എൻട്രൻസ് എക്സാം നടത്തുവാൻ ആലോചിക്കുന്നു. ഇത് നിലവിൽ വന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും BSc നഴ്സിംഗ് പ്രവേശനത്തിന് പുതിയ രീതി നിലവിൽ വരും. എന്നാൽ ഓൾ ഇന്ത്യ തലത്തിൽ മൗലാന, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജിപ്മർ പോലെയുള്ള 10ഓളം കോളേജുകളിൽ BSc നഴ്സിംഗിന് നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ കോളേജുകളിൽ പ്രവേശനം ലഭിക്കും. കീം 2022 വഴി MBBS, BDS എഞ്ചിനീയറിംഗിന് അലോട്ട്മെൻറ്റ് നടപടികളിൽ പങ്കെടുത്തവർക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്നും റീഫണ്ട് എമൗണ്ട് ലഭിക്കാനുണ്ടെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് 27-നകം കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ ഉൾപ്പെടുത്തണം. മോപ്പപ്പ് അലോട്ട്മെൻറ്റിലെ അടക്കം പണം തിരികെ ലഭിക്കുന്നതിനാണ് കുട്ടിയുടെയോ മാതാപിതാക്കളുടെയോ അക്കൗണ്ട് ഡീറ്റെയിൽസ്
ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. റീഫണ്ടിന് എലിജിബിലിറ്റി ഉള്ളവരുടെ ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ പേജ് ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.